സ്വാഗതം എല്ലാവർക്കും. നമ്മുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIOSന്റെ ഫിസിക്സ് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന പാഠത്തിലെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. മൂന്നാമത്തെ പാർട്ട്. ഓക്കെ, 2 പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പാർട്ട് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതില് ഒന്ന് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. 2 തരത്തിലുള്ള ഫോഴ്സുകൾ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. 2 തരത്തിലാണ് ഫോഴ്സുകൾ ഉള്ളത്. ഒന്ന് കൺസർവേറ്റീവ് ആണ്, മറ്റൊന്ന് നോൺ കൺസർവേറ്റീവ് ആണ്. ഇനി എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് നോക്കാം. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ്, എ കൺസർവേറ്റീവ് ഫോഴ്സ് ഹാസ് എ പ്രോപ്പർട്ടി ദാറ്റ് the work done by a conservative force is independent of path. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഡിപ്പെൻഡ് ചെയ്യാത്ത, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അതായത് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വഴി എന്നുള്ളത് ഒരു പാത്ത്. ഓക്കെ, ഒരു പാത്ത്. ആ പാത്തിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് എ കൺസർവേറ്റീവ് ഫോഴ്സ് ഹാസ് എ പ്രോപ്പർട്ടി ദാറ്റ് ദ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ്. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. പാത്തിനെ അല്ലെങ്കിൽ അത് സഞ്ചരിക്കുന്ന ഒരു വഴിയെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സം എക്സാമ്പിൾ ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. വൺ വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സം എക്സാമ്പിൾസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. എന്തൊക്കെയാണ് കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളുകൾ? അല്ലെ കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറയും? ടേബിളേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ പിന്നെ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അപ്പൊ എന്ത് ചെയ്യാം? ടേബിൾ വരച്ചിട്ട്, ഇങ്ങനെയുള്ള ഒരു ടേബിൾ വരച്ചിട്ട് ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്തല്ല? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് ഫോഴ്സ് ആസ് എ പ്രോപ്പർട്ടി, പിന്നെ ദാറ്റ് ദ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി അടുത്ത എക്സാമ്പിളുകൾ എഴുതുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറിയാലോ. അതായത് എന്താ? ഒരു വസ്തു ഇവിടെ ഒരു ഫോഴ്സ്, ഇവിടെ എന്താ? പിന്നെ മിറ്റമാണെന്ന് വിചാരിക്കും. അതായത് നിലം എന്ന് വിചാരിക്കുക. മേലൊരു ബോഡി ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഈ ബോഡീനെ ഇവിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഇവിടത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഏത് വഴിയിലൂടെ ആയപ്പോ ഞാൻ ഒന്ന് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നു, ഞാൻ മറ്റൊന്ന് ഇങ്ങനെയെല്ലാം ചുറ്റിയിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നു. ഇനി ഏത് വഴിയിലൂടെ അവിടെ എത്തി എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് പാത്തിലൂടെ ആ സാധനം അവിടെ എത്തി എന്നുള്ളത് അവിടെ വലിയ കാര്യമില്ല. പിന്നെ അവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വർക്ക് ഡണ്ണ് പാത്ത് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പറഞ്ഞത്. അതുപോലത്തെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് നോക്കാം ഇതെന്താന്ന് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ എന്താന്ന് നോക്കാം. അപ്പൊ എ ബി എന്ന് പറഞ്ഞിട്ട് 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ദ ഒബ്ജക്റ്റ് ഈസ് എ ആണ്. ഒന്നാമത്തത് എ ആ പറയുന്നത്. ദ ഒബ്ജക്റ്റ് ഈസ് മൂവ്ഡ് ഫ്രം എ ടു ബി. എന്ന് ബിയിലേക്ക് ഒബ്ജക്റ്റ് ഇങ്ങനെ പോകുന്നു. എ ടു ബി അലോങ് 2 ഡിഫറെന്റ് പാത്ത് അല്ലെ. എന്ന് ബിയിലേക്ക് ഒന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, എന്ന് ബിയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ടും ഇങ്ങനെ അല്ലെ, ഇങ്ങനെയും പോകുന്നു. ഇനി രണ്ടാമത്തത് ബി ചിത്രത്തില് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം എ ടു ബി അലോങ് 1 പാത്ത്. എന്ന് ബിയിലേക്ക് ഒരു പാത്തിലൂടെയും പിന്നെ ബി നേയിലേക്ക് മറ്റൊരു പാത്തിലൂടെയും കൊണ്ടുപോകുന്നു. 2 എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഇനി WAB, അതായത് WAB അലോങ് 1 ഓക്കെ ഈസ് ഈക്വൽ ടു WAB അലോങ് 2. അതായത് WAB അലോങ് 1 ഈസ് ഈക്വൽ ടു WAB അലോങ് 2. അതായത് ഇവിടുന്ന് ഇങ്ങനെ വരുന്നതും ഇവിടുന്ന് ഇങ്ങനെ വരുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അത് രണ്ടും ഈക്വൽ ആണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. അതേ സ്ഥിതിക്ക് എന്ന് ബിയിലേക്ക് പോവുകയും ബിന്ന് എയിലേക്ക് ഇങ്ങനെ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് സൈന് മാത്രം ഉണ്ടാവും. ഓക്കെ, ആ എന്താ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നെഗറ്റീവ് സൈൻ, അല്ലാണ്ട് ഇവിടെ ഉണ്ടാകുന്ന വർക്കിൽ യാതൊരു വിധ ചേഞ്ച് സംഭവിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി നോക്കാം. ഇവിടെ ഒരു 6ാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം.
The result brings out an important property of conservative force in that the work done by a conservative force on an object is zero when the object moves around a closed path and returns back to its starting point. അതായത് ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഒരു പോയിന്റ് കൂടെ നമുക്ക് കിട്ടി. അതായത് എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റുകളാണ്. ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരുന്നു, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നു. അപ്പോൾ ദ റിസൾട്ട് ബ്രിങ്സ് ഔട്ട് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കിട്ടി. എന്താ അത്? വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ ഓൺ എൻ ഒബ്ജക്റ്റ് ഈസ് സീറോ. വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണ്. W is equal to 0. എപ്പോ? കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസിലാണ് ഇത് സീറോ. എപ്പോഴാ സീറോ ആവുന്നത്? വെൻ എൻ ഒബ്ജക്റ്റ് മൂവ്സ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത്. ഇങ്ങനെയുള്ള ക്ലോസ്ഡ് പാത്തിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. മാത്രം പോരാ, ആ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തണം. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തണം. അങ്ങനെയാണെങ്കിൽ ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസിൽ വർക്ക് ഡൺ സീറോ ആയിരിക്കും. വർക്ക് ഡൺ എന്തായിരിക്കും? സീറോ ആയിരിക്കും. കാരണം എന്താ? പോസിറ്റീവ് നെഗറ്റീവ്. വർക്ക് ഡൺ എന്ത്? സീറോ. ശരി, ആ സെയിം സാധനം അവിടെ മലയാളത്തിൽ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചു. ഇനി അടുത്ത ബി ആണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ബി ആണ് എന്താ? ബി എന്താ? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോക്കാം. ദ ഫോഴ്സ് ഓഫ്, ഒരു ഉദാഹരണമാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഒരു ഉദാഹരണം ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഗുഡ് എക്സാമ്പിൾ ഓഫ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അതായത് ഇപ്പൊ ഇവിടെ ഒരു ഇവിടെ എന്തുണ്ട്? ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു പ്ലെയിൻ ഉണ്ട്. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിന്റെ മുകളിലൂടെ, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഇതിന്റെ മുകളിലൂടെ നടക്കുവാണ്. ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ അയാളുടെ കാലിലേക്ക് എന്ത് പോകും? ഫ്രിക്ഷൻ പോവല്ലോ. ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ പഠിച്ചാണ് അല്ലെ? എഫ്. ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. ഈ ഫ്രിക്ഷൻ ഈ പാത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ പാത്തിനെ, അയാൾ നടന്നു പോകുന്ന ഈ പാത്തിനെ എപ്പോഴും അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ പോകുള്ളൂ. ഇത് അയാളിപ്പോ ഒരു മല കയറി ഇറങ്ങുന്നു, അപ്പോഴൊക്കെ എന്താണ്? ഫ്രിക്ഷനിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലെ? അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ പോകുന്നത്. ഇതെന്താണ്? ഇതൊരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അല്ലെങ്കിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഫോഴ്സ് ആണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഫോഴ്സ്. ഇവിടെ ഒരു പാത്ത് 1, ഇവിടെ ഒരു പാത്ത് 2. അങ്ങനെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന്റെ ഉദാഹരണമാണ്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കള്ളിയിൽ എ ബ്ലോക്ക് വിച്ച് ഈസ് ഗിവൺ an initial speed v on a rough horizontal surface moves along a straight line path 1. അതായത് ഒരു സാധനമുണ്ട്, ഒരു റഫ് ആയിട്ടുള്ള, അതായത് ഘർഷണം കൂടിയ പാത്തിലൂടെ, പാത്ത് 1 ഇതിങ്ങനെ നീങ്ങുവാണ് ഒരു v വെലോസിറ്റിയിൽ. ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി v0. ഇനി അടുത്തത്, it starts with same speed v at a but now moves along a different path 2. എന്താ പറഞ്ഞ? it starts with the same speed v at a but now moves along a different path. സെയിം v സ്പീഡ് തന്നെ ഇത് മൂവ് ചെയ്യുന്നു, പക്ഷെ വേറൊരു പാത്തിൽ എന്ത് ചെയ്യുന്നു? അത് മൂവ് ചെയ്യുന്നു. അങ്ങനെയാവുമ്പോ എന്താ? ഇങ്ങനെ മറ്റൊരു പാത്തിലേക്ക് മൂവ് ചെയ്യുമ്പോഴും ലാസ്റ്റ് അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 തന്നെയാണ്. പക്ഷെങ്കിൽ ഇവിടെ ഘർഷണം ഉണ്ട്, ഇവിടെ നല്ല രീതിയിലുള്ള ഫ്രിക്ഷൻ ഉണ്ട് അല്ലെ? ഇതിന്റെ ഇങ്ങനെയല്ല പോകുന്നത്, നല്ല രീതിയിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഫ്രിക്ഷൻ ഇല്ല. അപ്പൊ എന്താണ്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അത്രയും പോയിന്റ് അവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചില ചോദ്യങ്ങളാണ്. നോക്കോളെ, ചില ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഒന്ന് പോസ് ചെയ്തോ, എന്നിട്ട് ഈ ചോദ്യങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കോ. ഇവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്.
ഓക്കെ അല്ലേ? ഇതാ അതിന്റെ ബാക്കിയാണിത്. ഓക്കെ, ഒന്ന് നോക്കി വെച്ചാൽ മതിയേ. നോക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉത്തരത്തിലേക്ക് നോക്കുക, അപ്പം കിട്ടും. സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവാം. ആ ഇക്വേഷൻ ഇവിടുന്ന് കിട്ടും, പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് ആണ് ഇലാസ്റ്റിക്. രണ്ട് തരത്തിലുള്ള കൊളീഷൻസ്. കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കൂട്ടിമുട്ടൽ. അതായത് ഇപ്പൊ രണ്ട് ബോൾ, ഒരു ബോൾ രണ്ട് ബോൾ, ഈ രണ്ട് ബോളും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുന്നു, അതിനാണ് കൊളീഷൻ എന്ന് പറയുക. ഇപ്പോൾ ഒരുപാട് ബോൾ ഉണ്ട്, അതിങ്ങനെ പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിമുട്ടുകയാണ്, ഇതിനാണ് കൊളീഷൻ, അതായത് കൂട്ടിമുട്ടുക എന്നുള്ളതാണ്. രണ്ട് തരത്തിലാണ് കൊളീഷൻ നടക്കുക. ഒന്ന് ഇലാസ്റ്റിക് കൊളീഷൻ, രണ്ട് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. രണ്ട് തരത്തിൽ കൊളീഷൻ നടക്കുന്നു. ഒന്ന് ഇലാസ്റ്റിക് കൊളീഷനും മറ്റൊന്ന് ഇൻഇലാസ്റ്റിക് കൊളീഷനും. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞതാ മിക്കവാറും മുട്ടി അല്ലെ, മുട്ടിയിട്ട് വരുന്നു, തിരിച്ചു വരുന്നു, അതല്ലേ ഒരു ഇലാസ്റ്റിക് അല്ലെ? റബ്ബർ ബാൻഡ് എല്ലാം ആലോചിച്ച് നോക്കിട്ടെ. ഇത് റബ്ബർ ബാൻഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ സ്ഥാനത്തേക്ക് തന്നെ വരുന്നില്ലേ? ഇലാസ്റ്റിക് അല്ലെ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. നോക്കാം. When two bodies interact, the body 1, body 2, two bodies 1 and 2. When two bodies interact, it turns a collision. രണ്ട് ബോഡികൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. There are no external forces acting on the system. മറ്റ് ഫോഴ്സുകളൊന്നും, അല്ലാണ്ട് ഞാനിപ്പം പോയിട്ട് ഈ രണ്ട് ബോളും തമ്മിൽ ഇങ്ങനെ മുട്ടിക്കുന്നില്ല, വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, അവര് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുവാണ്. ലെറ്റ് there be a head on or central collision. ഹെഡ് ഓൺ അല്ലെങ്കിൽ സെൻട്രൽ കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നതിനാണ് ഹെഡ് ഓൺ അല്ലെങ്കിൽ സെൻട്രൽ കൊളീഷൻ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഇതിന്റെ സെൻട്രൽ പോയിന്റ്. ഈ സെൻട്രലിന്റെ കറക്റ്റ് സെൻട്രൽ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് കൊളൈഡ് ചെയ്യുന്നു. In such collision, colliding bodies move along the line joining their centers. The center are of two kinds. അപ്പോൾ ഈ ഇലാസ്റ്റിക് കൊളീഷനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും രണ്ട് തരത്തിൽ മാറ്റുന്നുണ്ട്. വീണ്ടും രണ്ട് തരത്തിലേക്കാണ് ഈ ഇലാസ്റ്റിക് കൊളീഷനെ മാറ്റുന്നത്. ഒന്ന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനും പിന്നെ മറ്റൊന്ന് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനും. ഓക്കെ, അപ്പൊ ഈ എന്താണ് ഇലാസ്റ്റിക് കൊളീഷനെ വീണ്ടും രണ്ട് തരത്തിലേക്ക് ചേഞ്ച് ആവുന്നു. ഇലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. നമുക്ക് നോക്കാം. If the forces of interaction between the two bodies are conservative, the total kinetic energy is conserved. The total kinetic energy before collision is same as that of after collision. Such collisions are termed as completely elastic collision. അതായത് ഇങ്ങനെ ഒരു കൊളീഷൻ നടക്കുന്നു. ഇങ്ങനെ ഒരു കൊളീഷൻ നടക്കുന്ന സമയത്ത് ഇതിന്റെ ആദ്യമുള്ള കൈനറ്റിക് എനർജിയും ഇതിന് ശേഷം അവസാനം ഫൈനൽ ആയിട്ട് ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ കൺസേർവ്ഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള കൊളീഷനെ പറയുന്ന പേരാണ് കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്താ നോക്കാം. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ, when two colliding bodies stick together after the collision and move as one single unit. അതായത് നോക്കാം, ഒരു ബോഡി രണ്ട് ബോഡി, ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുകയാണെന്ന് വിചാരിച്ചോ. ഇങ്ങനെ കൂട്ടിമുട്ടുന്നു, ഇത് കുറച്ച് സ്പീഡ് അധികവും മറ്റേത് കുറച്ച് സ്പീഡ് കുറവാന്ന് വിചാരിച്ചോ. അതിനുശേഷം ഇതൊന്നാമത്തെ. ഇനി രണ്ടാമത്തെ എങ്ങനെയാണ്? രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഈ രണ്ട് ബോഡീസും പിന്നെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, ആ ഡയറക്ഷനിലേക്ക് പോവാണ്. ഇത് കുറച്ച് സ്പീഡ് അധികവും ഇത് കുറച്ച് സ്പീഡ് കുറവുമാണ്. അതിനുശേഷം എന്താ, കൊളൈഡ് ചെയ്തതിന് ശേഷം ഇത് രണ്ടും ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ when two colliding bodies stick together after the collision and move as a single unit, അതായത് കൊളൈഡ് ചെയ്തതിന് ശേഷം ഒരു യൂണിറ്റ് ആവുകയും ആ ഒരു യൂണിറ്റ് ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് മൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇറ്റ് ടേംഡ് ആസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അങ്ങനെയുള്ള കൊളീഷന് പറയുന്ന പേരാണ് ഇൻഇലാസ്റ്റിക്. വെറും ഇൻഇലാസ്റ്റിക് അല്ല, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇറ്റ് ഈസ് ലൈക്ക് എ മോഷൻ ഓഫ് എ ബുള്ളറ്റ് എംബഡഡ് ഇൻ എ ടാർഗറ്റ്. അതായത് ഇത് എന്തുപോലെയാ? ഒരു ബുള്ളറ്റ് ടാർഗറ്റിൽ എംബഡ് ചെയ്യുന്ന പോലെ. ഇതൊരു മരമാണ് എന്ന് വിചാരിക്കുക, മരം അല്ലെങ്കിൽ എന്തെങ്കിലും
മരം വേണ്ട. ഇതൊരു ബോഡി, ഒരു ചതുരക്കട്ടയാന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഗണ്ണുണ്ട്. ഗണ്ണിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു. അപ്പൊ ഇതിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ കൊള്ളുന്നു. കൊണ്ടതിന് ശേഷം എന്താ? ഇത് രണ്ടും കൂടി ഒരുമിച്ച് ട്രാവൽ ചെയ്യും അല്ലേ? ആ ബുള്ളറ്റിന്റെ ശക്തി കൊണ്ട് ആ മരക്കട്ട കൂടി ഒന്ന് അങ്ങോട്ട് പോകില്ലേ? അപ്പൊ അതാ ഉദ്ദേശിച്ചത്. അപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തേ ഉള്ളൂ. ടെക്സ്റ്റിലുള്ള ഉദാഹരണമാണ്. ഇപ്പൊ അതന്നെ വന്നേക്കാം. അപ്പൊ അതെന്തിനുള്ള ഉദാഹരണമാണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉള്ള ഉദാഹരണമാണ് അവിടെ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉള്ള ഉദാഹരണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ശരി. അപ്പൊ രണ്ട് അല്ല, ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അത് സെയിം സാധനത്തിന്റെ മലയാളം കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഇലാസ്റ്റിക് കൊളീഷന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. ഇലാസ്റ്റിക് കൊളീഷൻ അല്ലെങ്കിൽ ഹെഡ് ഓൺ കൊളീഷൻ. ലെറ്റ് ടു ബോഡീസ് എ ആൻഡ് ബി ഹാവ് മാസസ്. ഇത് എ എന്നും ഇതിനെ ബി എന്നും എടുത്തു കഴിഞ്ഞാൽ ലെറ്റ് ടു ബോഡീസ് എ ആൻഡ് ബി ഹാവ് മാസസ് എം എ ആൻഡ് എം ബി റെസ്പെക്റ്റീവ്ലി കൊളൈഡ് ഹെഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഇത് ബിഫോർ കൊളീഷൻ, ഇത് ആഫ്റ്റർ കൊളീഷൻ ആണേ. പിന്നെയോ വി എ ഐ ആൻഡ് വി ബി ഐ വെലോസിറ്റി ആണ് രണ്ടിന്റെയും. ഇനി വി എ എഫും വി ബി എഫും വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും ഒന്നുമില്ല. എന്താണ്? ഇതാ ഈ രണ്ട് ബോഡീസ് ഇങ്ങനെ ഇതാ കൊളീഷന് മുന്നേ, അതിനുശേഷം എന്താ? ഇത് രണ്ടും എങ്ങോട്ടാ വരുന്നത്? ഇത് രണ്ടും ഈ സൈഡിലേക്കല്ലേ വരുന്നത്. കൊളൈഡ് ചെയ്തതിന് ശേഷം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഓക്കെ, അതവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനുള്ള ഉദാഹരണം. നിങ്ങളോട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം വരക്കണം, ഈ ഡയഗ്രാം വരക്കണം. ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനുള്ള ഉദാഹരണമാണ്. ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഒരു ബോഡി ഇങ്ങോട്ട് വരുന്നു, ഒരു ബോഡി ഇങ്ങോട്ട് വരുന്നു, അതിനുശേഷം ഈ രണ്ട് ബോഡിയും കൂടി ഇങ്ങോട്ട് വരുന്നു അല്ലെ? ഈ രണ്ട് ബോഡിയും കൂടി എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വരുന്നു, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക്. ഇതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതോടുകൂടെ നമ്മുടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി. വർക്ക്, എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്റർ നമുക്ക് ഇതോടുകൂടെ ക്ലോസ് ആക്കാൻ പറ്റും. ഇനി ചില ഉദാഹരണങ്ങൾ, ചില ചോദ്യങ്ങളാണ്. 1, 2, 3, 4, 5 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, ഏതാ 3, 4, 5 അതിന്റെ ആൻസറും പിന്നെ കുറച്ചധികം ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോസ് ആക്കിയാൽ മതിയേ. പോസ് ആയിക്കോ, കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഉണ്ടാവില്ല, കുറച്ച് ടഫായിട്ട് തോന്നുന്നതിന്റെ ആൻസർ അവിടെ ഉണ്ടാവാം. ബാക്കി ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന തന്നെയായിരിക്കും. ഓക്കെ, ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതോടുകൂടെ എന്താ? നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എന്താ നോക്കിക്കോ. ജസ്റ്റ് ഒരു ചോദ്യം മാത്രം നമുക്ക് ഇപ്പൊ നോക്കാം. 2 hard balls collide when one of them is at rest. 2 hard balls collide. 2 hard balls. 1, 2 hard balls എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ബോൾസ്. A, B. 2 hard balls. Collide when one of them is at rest. ഇത് റെസ്റ്റിലാന്ന് വിചാരിച്ചോ. 6 കൊടുക്കാം. റെസ്റ്റ് എന്നാല് എവിടെയും പോകുന്നില്ല, വിശ്രമാവസ്ഥയിലാണ്. ഇതാണ് മൂവ് ചെയ്യുന്നത്, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇനി ഒന്നാമത്തെ ഇങ്ങോട്ട് എന്താ ചോദിക്കുന്നത്? ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ബോത്ത് ഓഫ് ദം റിമെയിൻ അറ്റ് റെസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ. ഇത് കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ, അപ്പൊ കൊളൈഡ് ചെയ്തതിന് ശേഷം, അതായത് കൂട്ടിമുട്ടിയതിന് ശേഷം, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ബോത്ത് ഓഫ് ദം റിമെയിൻസ് അറ്റ് റെസ്റ്റ്. കൂട്ടിമുട്ടിയതിന് ശേഷം രണ്ട് ബോഡീസും റെസ്റ്റിലാവാൻ സാധ്യതയുണ്ടോ? അത് ചോദിക്കുന്നത്. ഇത് റെസ്റ്റിലാണ്, ഇത് മാത്രമേ ഒരു വെലോസിറ്റിയിൽ വന്ന് മുട്ടുന്നുള്ളൂ.
കൊളൈഡ് ചെയ്തതിന് ശേഷം ഈ രണ്ട് സാധനവും അപ്പാട് റെസ്റ്റിലായി പോകാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം എന്താ? ഇറ്റ് വിൽ ഗോ അഗെയിൻസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. മൊമെന്റത്തിന് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന് എതിരാണത്. ഇത് ഇതിനെ മുട്ടുന്നു. വേണമെങ്കിൽ അതിന് ശേഷം എന്താവാം? ഇത് റെസ്റ്റിലാവാം, ഇത് മൂവ് ചെയ്യാം. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ച് റെസ്റ്റ് ആവൂല. പിന്നെ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് വൺ ഓഫ് ദം റിമെയിൻസ് അറ്റ് റെസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ. അടുത്തെന്ത് ചോദിക്കുന്നത്? ഏതെങ്കിലും ഒന്ന് റെസ്റ്റിലായി പോകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞ യെസ് അല്ലെ, ഉണ്ട്. ഏതെങ്കിലും ഒന്ന് റെസ്റ്റിലായി പോകാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഇത് റെസ്റ്റിലായിട്ട് ഈ സാധനം റെസ്റ്റിലായിട്ട് എ എന്ന് പറയുന്ന സാധനം റെസ്റ്റിലായിട്ട് ബി മൂവ് ചെയ്യാനാണ് സാധ്യത. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എ റെസ്റ്റിലായി പോകും, എ ഇങ്ങനെ റെസ്റ്റിലായി പോകും, ബി അങ്ങോട്ട് മൂവ് ചെയ്യും. ഇങ്ങനെ ഒരു സംഭവത്തിനാണ് സാധ്യത കൂടുതലുള്ളത്. ജസ്റ്റ് ഒരു ചോദ്യം അവിടെ ചെയ്തു എന്നേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്യുക? നിങ്ങൾ ഉത്തരങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച മാർക്കും അല്ലെങ്കിൽ പാസ്സാണെന്നാണെങ്കിൽ പാസ്സാവാനും പറ്റുള്ളൂ. വെറുതെ വായിച്ചു കഴിഞ്ഞാൽ മാത്രം പാസ്സാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മൾ ഇതുവരെ എടുത്തത്. ഈ ചാപ്റ്റർ മൊത്തം ഇതാണ് അല്ലെ. വർക്ക്, എനർജി ആൻഡ് പവർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത പുതിയ ഒരു പാർട്ടായിട്ട് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ശരി.